തിരുവെഴുത്തുകളെ തുറന്ന് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 12 അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ദയവായിട്ട് ഒന്ന് വായിക്കാൻ ശ്രോത്രം ഞാൻ ആവശ്യപ്പെടുന്നു. 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ടെ. ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളേക്കാൾ നിങ്ങൾക്ക് ഏതോന്നിൽ കുറവ് വന്നു. ഈ അന്യായം ക്ഷമിച്ചുകൊള്ളു. മതി. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട 11 വാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. സ്തോത്ര ഹല്ലേലൂയ. അതിശ്രേഷ്ഠത ആ ലെവലിലേക്ക് പൗലോസിനെ ഇപ്പൊ എത്തിച്ചിരിക്കുന്നു. സ്തോത്രം. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. അദ്ദേഹം 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. സ്തോത്രവാക്യം ഒന്ന് വായിച്ചാലേ. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം വായിച്ചാട്ടെ. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പൊ അവിടെ 1 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഇന്നലകളെ കുറിച്ച് പറയുന്നു. ഇന്നലകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ്, ഞാൻ ആരായിരുന്നു? അകാലപ്രജയായിരുന്നു. അകാലപ്രജയ എന്ന് പറഞ്ഞാൽ സമയം തെറ്റി ജനിച്ച ഒരു കുഞ്ഞിനെയാണ് അകാലപ്രജ എന്ന്. 8ാം മാസത്തിൽ പ്രസവിച്ചവൻ എന്ന് പറയില്ലേ? അതിൻ്റെ ചാബല്യങ്ങളും പോരായ്മകളൊക്കെ കണ്ടേക്കാം. അങ്ങനെ അകാലപ്രജയായിരുന്നവനെ 2 കൊരിന്ത്യർ 12 എത്തിയപ്പോഴേക്കും അതിശ്രേഷ്ഠ അപ്പോസ്തലന്റെ നിരയിലേക്ക് മാറ്റി. ബാക്കി പശ്ചാത്തലങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ ദൈവാത്മാവിൽ പറയാൻ പോകുന്ന കർത്താവിനെ ഏൽപ്പിച്ച കാര്യം പറയാം. ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ പലരുടെയും മുമ്പിൽ ഒരു അകാല പ്രജ പോലെ ഇരിക്കുന്ന നിന്നെ അതിശ്രേഷ്ഠ നിരയിലേക്ക് മാറ്റാൻ പറ്റുന്നൊരു ലെവലിലാണ് ദൈവം ഇപ്പൊ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിശ്രേഷ്ഠ ലെവലിലേക്ക്, അകാല പ്രജയിൽ നിന്ന് അതിശ്രേഷ്ഠ ലെവലിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുണയെ, ആ കൃപയെ ഇന്ന് പകരക്കാലം ആത്മാവിൽ കാണാൻ കഴിയുന്ന ദൈവമക്കൾ ഈ പ്രാർത്ഥനയുടെ പ്രഥമ സമയത്ത് ആത്മനിയോഗത്തോടെ സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നെങ്കിൽ എന്നോട് പറയാൻ പറഞ്ഞ ദൈവാലോചന പറയാ. പലരുടെ മുമ്പിൽ നീ ഒരു അകാല പ്രജയായിരിക്കാം, പലരുടെ മുമ്പിൽ നീ ഒരു അധിക പറ്റായിരിക്കാം, പലരുടെ മുമ്പിൽ നീ ഒരു അപമാന വിഷയമായിരിക്കാം, പലരുടെ മുമ്പിൽ നീ ഒരു നിന്ദാപാത്രമായിരിക്കാം. പക്ഷെ ഇന്ന് പകരക്കാലം കേൾക്കുന്ന ദൂതിനോട് പുറം തിരിഞ്ഞ് ഉള്ളറകളെ പരിശോധിക്കാൻ തുടങ്ങിയാൽ എന്റെ കർത്താവ് അകാല പ്രജയെ അതിശ്രേഷ്ഠ ലെവലിലേക്ക് എത്തിപ്പാൻ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പദ്ധതിയിൽ പങ്കാളിയാകാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. ഈ വചനം വെച്ച് ഞാൻ ഹല്ലേലൂയ 2-3 ദിവസങ്ങളായി ഈ വചനം വെച്ച് ജാഗരിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ വന്നിരുന്നതിന് ശേഷവും ബൈബിൾ അടച്ചു വെക്കാതെ ദൈവാത്മാവിൽ ഞരങ്ങിക്കൊണ്ട് ചോദിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞ കാര്യം പറയാ. ഹല്ലേലൂയ. ഈ മാർഗത്തിന്റെ പ്രത്യേകത ഇതൊരു നാണം കെട്ടവരുടെ മാർഗമല്ല, ഇത് നിന്നയുടെ മാർഗമല്ല. ഇതൊക്കെ പൊതുവിൽ തോന്നിയേക്കാം, എന്നാൽ എന്റെ കൃപയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ പൊതുലോകത്തിന്റെ നടുവിൽ നിന്നെ അതിശ്രേഷ്ഠ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള അഭിഷേക തൈലം ദൈവത്തിന്റെ ഉണ്ട്. എത്തിക്കാൻ കഴിയുന്ന ആത്മീക കൃപകൾ ദൈവത്തിന്റെ ഉണ്ട്. പരിശുദ്ധാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഹല്ലേലൂയ. അതിന് ചില ദൂതുകൾ ഇന്ന് സ്വർഗം വെളിപ്പെടുത്തുമ്പോൾ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് ശൂലത്തിന്റെ നടുവിലും, ഏത് നിന്നയുടെ നടുവിലും അതിനിടയിലൂടെ നിന്നെ വളർത്തിയെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ അതിനെ വിശ്വസിക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പ്രത്യേകം പറയാൻ എന്നോട് പറഞ്ഞ ദൂത് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ചില ഭൗതിക വിഷയങ്ങൾക്ക് മാറ്റം വന്നാലും ഇല്ലെങ്കിലും എനിക്ക് അതിശ്രേഷ്ഠനാകണമെന്ന് എത്ര പേർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും?
ചില കുരിശുകൾ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കട്ടെ, ചില ശൂലങ്ങൾ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കട്ടെ, ചില പ്രതികൂലങ്ങൾ കൺമുമ്പിൽ നിന്ന് മാറാതിരിക്കട്ടെ, ചില നിന്ദകൾ മാറാതിരുന്നോട്ടെ. അതിന്റെ നടുവിലും എന്നെ അതിശ്രേഷ്ഠനാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വിമർശിച്ചവരുടെ നടുവിൽ, കണക്കെഴുതിയവരുടെ നടുവിൽ എന്നെ അതിശ്രേഷ്ഠമതിയാക്കുന്ന ഒരു കൃപയുണ്ടെങ്കിൽ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചു ദൈവകൃപയിൽ ആത്മാവിന്റെ ചുരുളടിയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ കിട്ടിയ ദൈവിക വെളിപ്പാട് പറയാം, ഞാൻ ദൂത് പറയാം. ഇത് ഒരു ഭാഗത്ത് കാലിന്റെ നീരും വയറ്റിലെ മുഴയും തലവേദനയും കൊച്ചിന്റെ വിഷയമൊക്കെ മാറിയേക്കാം. പക്ഷേ ചിലരുടെ വിഷയത്തിൽ ശൂലം മാറിയില്ലെങ്കിലും ആ ശൂലത്തിന്റെ ഇടയിലൂടെ, സ്വത്രം മുള്ളുകൾക്കിടയിലൂടെ താമരയെ കൊണ്ടുവന്ന ദൈവമല്ലേ നമ്മുടെ കർത്താവ്. മുള്ളുകൾക്കിടയിലൂടെ താമരയെ കൊണ്ടുവന്നവൻ യേശുവിന്റെ നാമത്തിൽ ശൂലങ്ങൾക്കിടയിലൂടെ അവര് പോലും അറിയാതെ അതിശ്രേഷ്ഠനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ റൂട്ട് തിരിച്ചുവിട്, കാഴ്ചപ്പാട് മാറ്റിയെടുക്ക. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ചിന്താഗതികളെ മാറ്റിയെടുക്ക. സർവശക്തനോട് പറ, പ്രതിയോഗി ആരുമാകട്ടെ, പ്രതികൂലം എന്തുമാകട്ടെ, എനിക്ക് അതിശ്രേഷ്ഠനാകണം. എങ്ങനെയാകണം? വീട് പൊളിച്ചു പണിതുകൊണ്ടല്ല, കാറ് മാറ്റി മേടിച്ചോണ്ടല്ല, എനിക്ക് കൃപാവരങ്ങളാൽ, അഭിഷേകത്താൽ, ആത്മീകത്താൽ, ആരാധനയാൽ, എന്നെ വിളിച്ച വിളിയുടെ മഹാത്മ്യത്താൽ അതിശ്രേഷ്ഠനാകണം. സംയമനത്തോടെ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ 5 കൊല്ലം പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളുണ്ട്, അതിന്നും മാറാതിരിക്കുക. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. അനേക പ്രാവശ്യം കാൽക്കൽ കടന്ന് കരഞ്ഞ് നിലവിളിച്ച വിഷയങ്ങൾ മാറാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവ് പറയാൻ പറഞ്ഞത് പറയാ, അത് മാറാതിരിക്കുമ്പോഴും നിന്റെ വില കുറയാതെ, നിന്റെ കൃപ കുറയാതെ, നിന്നെ അതിശ്രേഷ്ഠനാക്കുന്ന ദൈവം, നിന്നെ അതിശ്രേഷ്ഠനാക്കുന്ന ദൈവം അകാല പ്രജ പോലുള്ള നിന്നെ പരിശുദ്ധനെ, പരിശുദ്ധനെ, പരിശുദ്ധനെ. ഉള്ളത്തിലേക്ക് വചനം കയറട്ടെ, ഉള്ളത്തിലേക്ക് വചനം കയറട്ടെ. കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, എല്ലാ നിന്നയൊന്നും മാറില്ല, എല്ലാ ശൂലമൊന്നും മാറില്ല, എല്ലാ വേദനയൊന്നും മാറില്ല. നീ എന്തിനാ അതിനെ നോക്കുന്നത്? നീ എന്തിനാ അതിനെ നോക്കുന്നത്? ഇത് മാറാതിരിക്കുമ്പോഴും നിന്നെ ഞാൻ അതിശ്രേഷ്ഠനാക്കാൻ എന്റെ കരം നിന്നോട് കൂടെ ഇരുന്നാൽ, എന്റെ കൃപ നിന്നോട് കൂടെ. Praise the Lord. വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്തോത്രത്തോടെ ആത്മാവിന്റെ ചൈതന്യത്തോടെ പറ, എന്റെ കാഴ്ചപ്പാടിനാണ് വിഷയം, എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ എന്തൊക്കെ അപജയമുണ്ട്, ഇന്നതെല്ലാം മാറട്ടെ. ഹല്ലേലൂയ. അങ്ങ് ദൂരെ എവിടെയൊക്കെ ഇരുന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ ആത്മനിറവോടെ, പരിശുദ്ധാത്മനിറവോടെ, ദൈവകൃപയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരോടും പറയാ, കാഴ്ചപ്പാട് മാറ്റിയെടുക്ക, കാഴ്ചപ്പാട് മാറ്റിയെടുക്ക. പരിശുദ്ധാത്മാവ് അതീവ ശക്തിയോടെ, ദൈവത്തിന്റെ കൃപയോടെ നമ്മൾ ചിലരോട് പറയുന്നു, സ്വർഗം ചില വാക്കുകൾ എടുത്തിട്ട് പറയുന്നു, സ്വത്രം നിന്റെ വിഷയങ്ങൾ അവിടെ ഇരിക്കുമ്പോഴും ശത്രുവിനെ ഞെട്ടിച്ചോണ്ട് നിന്നെ അതിശ്രേഷ്ഠനാക്കാൻ. ഹല്ലേലൂയ. ചിലപ്പോൾ ആ രോഗം മാറോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വേദപുസ്തകത്തിൽ എല്ലാ രോഗികളൊന്നും സൗഖ്യമായിട്ടില്ല. പക്ഷേ അതിന്റെ നടുവില് അവരെ, ഈ പ്രശ്നങ്ങളുള്ളവരെ, ഈ പോരായ്മകളുള്ളവരെ അതിശ്രേഷ്ഠരാക്കാൻ അകത്തെ മനുഷ്യ
മനുഷ്യനെ കഴുകിയാൽ, ഉള്ളം ശുദ്ധമായാൽ, ഹൃദയം കഴുകിയാൽ, പുറമേ ഉള്ളത് അവിടെ ഇരുന്നാലും, ഇവിടെ വന്നില്ലെങ്കിലും ദൂരത്താണെങ്കിലും തൃക്കാൽക്കൽ ഇരിക്കുന്നവരോട് പറയാ, ദൈവത്തിന്റെ ഉദ്ദേശം നിന്നെ ഒരു അതിശ്രേഷ്ഠനാക്കണം. പൗലോസേ, നീ എന്റെ കൂടെ നടന്നവനല്ല, നീ വന്നത് താമസിച്ചു പോയി. നീ പത്രോസിന്റെ സമകാലികനല്ല. നീ ഹല്ലേലൂയ ഗെത്സമന തോട്ടം കണ്ടിട്ടില്ല. നീ എന്റെ കൂടെ അവിടെ വന്നിട്ടില്ല. നീ എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. നീ ഒരു അകാല പ്രജയാണ്. പക്ഷേ എനിക്ക് ഹിതമുണ്ട് നിന്നെ അതിശ്രേഷ്ഠ നിരയിൽ ഒട്ടും കുറയാത്തവനാക്കാൻ. ഹല്ലേലൂയ. ഹൃദയം ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലെ മഹാപർവ്വതങ്ങളെ എടുത്തു മാറ്റണം. വേണ്ടാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. ഇത് ദൈവത്തിന്റെ വിനീത സ്നേഹമാണ്. നിന്നെ വിളിച്ചെറുതല്ല, നിന്നെ തീയിൽ നിന്ന് വലിച്ചെടുത്തതാണ്. എമ്മൗസിലേക്ക് പോയ നിന്നെ പുറകെ നടന്ന് ഞാൻ തേടിയതാണ്. അപ്പാ ഹല്ലേലൂയ. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ, പാപത്തിലേക്ക് മടങ്ങിപ്പോയ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ നിന്നെ പുറകെ നടന്ന് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ്. ആളുകൾക്ക് നീ അകാല പ്രജയാണെങ്കിലും, പലർക്കും നീ ഒരു ചിന്താ വിഷയമാണെങ്കിലും, എനിക്ക് നിന്നെ കുറിച്ചുള്ള ഭാവന, നീ അതിശ്രേഷ്ഠന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനാകരുത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സമ്പന്നന്മാരെ പോലെ കൂട്ടുപിടിക്കാനല്ലെന്നൊരു വാക്യം ഇതേ പൗലോസ് മറ്റൊരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ലെവലിലല്ല, പക്ഷെ ദൈവകൃപയുടെ കാര്യത്തിൽ, സ്തോത്രം, ആത്മീകത്തിന്റെ കാര്യത്തിൽ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കാര്യത്തിൽ നീ ഒരു കുറവുള്ളവരായിരിക്കുകയില്ല. അതിൽ നിന്നെ തോൽപ്പിക്കാൻ നിന്റെ വീട്ടിൽ ആരും കാണിയേല. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ചിലതൊക്കെ വിട്ടുപോട്ടെ, പക്ഷേ ചില വിഷയങ്ങൾ മാറത്തില്ലായിരിക്കാം. ചില രോഗങ്ങൾ എൻ്റെ ആന്റിമാരെ ചിലപ്പോൾ അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ നടക്കുമ്പോൾ, നീ നിന്റെ ജീവിതത്തിൽ ഈ അതിശ്രേഷ്ഠ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താകാൻ പോകുന്നതെന്നറിയോ? അതുപോലത്തെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഭൗതികത്തിൽ കുറഞ്ഞു പോയാലും ആത്മീകത്തിൽ എനിക്ക് അതിശ്രേഷ്ഠനാകണം. ഇത്ര വലിയൊരു കൃപയ്ക്കകത്ത് കൊണ്ടെത്തിച്ചിട്ട് ഞാൻ വരമ്പേ കൂടെ നടക്കുന്നവനാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി എല്ലാം വന്നാൽ എൻ്റെ വീട് ചെറുതായിക്കോട്ടെ, മഴ പെയ്യുമ്പോൾ നനഞ്ഞോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് കരുണയുണ്ടെങ്കിൽ, ദയയുണ്ടെങ്കിൽ ആ ചോരാത്തൊരു വീട് തരട്ടെ. അതല്ല, മറുഭാഗം നിന്റെ ലക്ഷ്യം മറിച്ചിട്ടാൽ, ഇതൊക്കെ കുറവായിരുന്നാൽ, എല്ലാ ദിവസവും വൈകുന്നേരം ഉറങ്ങണമെങ്കിൽ ടൈഗർ ബാമും പെരട്ടി ചൂടും വെച്ച് ഉറങ്ങാൻ പറ്റുള്ളൂ. സാരമില്ല, അത്രയൊക്കെ ചെയ്യാൻ പറ്റും. ജീവിക്കുന്നിടത്തോളം കാലം ഒരു ഭാഗം നൊമ്പരപ്പെട്ടാലും മറുഭാഗത്ത് സാത്താനെ പൊങ്ങാൻ അനുവദിക്കാത്ത, പിശാചിനെ ചലിക്കാൻ അനുവദിക്കാത്ത, അന്ധകാര കോട്ടകളെ പൊങ്ങാൻ അനുവദിക്കാത്ത അതിശ്രേഷ്ഠനായ ഒരു അധികാരിയായവനാകാൻ പറ്റുമെങ്കിൽ, Hallelujah. Praise the Lord. Hallelujah. പേഴ്സ് എന്നും കാലിയാണെങ്കിലും അതിശ്രേഷ്ഠനായാൽ അതല്ലേ നല്ലത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ ആ ദൂതിനെ ഉള്ളിലേക്ക് ഇറക്കി വിടണം. കർത്താവിനോട് പറയണം, ഞാൻ ഒത്തിരി കാര്യങ്ങൾ വേണ്ടാത്തതെല്ലാം സ്തോത്രം മനസ്സിൽ വെച്ചു, എഴുതിക്കൂട്ടി, ചിന്തിച്ചു.
പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ അതിനെല്ലാം കൂടി ഒന്ന് ഇടഞ്ഞെടുക്കണം. പറയണം സ്തോത്രം. നിന്ന് സഹിച്ചും എത്രയാ കൊരിന്ത്യരോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര കൂട്ട ഉപദ്രവം അദ്ദേഹം സഹിച്ചേ. സ്തോത്രം. നമ്മളിൽ ഒരാളാണെങ്കിൽ കൃപയെ പോലും കാണിയല്ല, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുകയല്ല. പക്ഷെ അദ്ദേഹം കൊരിന്ത്യരോട് പറഞ്ഞു, ഇത്രയും കഷ്ടങ്ങളൊക്കെ സഹിച്ചെങ്കിലും, ഇത്രയും നിന്നയൊക്കെ സഹിച്ചെങ്കിലും, ഇത്ര ചൂടേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയെങ്കിലും എൻ്റെ ദൈവം എന്നോട് വിശ്വസ്തനായിരുന്നു. കാരണം ഹല്ലേലൂയ സ്തോത്രം, ഒന്നാം തലമുറക്കാരുടെ കാലഘട്ടത്തിലല്ല ഞാൻ ജീവിച്ചത്. സ്തോത്രകാലം പക്ഷെ എന്നെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നു അതിശ്രേഷ്ഠ നിരയിൽ എത്തിച്ചവൻ. ഹല്ലേലൂയ. ആത്മീകത്തിൽ അതിശ്രേഷ്ഠനായ ബാക്കിയുള്ള അപജയങ്ങളൊന്നും വലിയ കാര്യമായി തോന്നിയല്ല. നമുക്ക് ആത്മീകം വലുതായി തോന്നാത്തത് കൊണ്ടാണ് ഭൗതികം പ്രശ്നമായി തോന്നുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിഷമമായി തോന്നുന്നത്. എത്രയോ ദൈവദാസന്മാരെ അവരുടെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും സ്തോത്രം സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് വലിയ വാഹനത്തിൽ വന്നിറങ്ങുന്നവർ തന്നെ ആയിരിക്കണമെന്നില്ല. സ്തോത്രം. വലിയ വലിയ കർത്തൃദാസന്മാർ. ഈ പൗലോസിനെ തന്നെ നമുക്ക് എടുക്കാം. എന്തിനാ നാട്ടുകാരുടെ വിഷയത്തിലേക്ക് പോകുന്നത്? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അനുബന്ധമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അനുബന്ധമാണ്. സ്തോത്രം. പൗലോസിനോട് ചോദിച്ചു കാണല്ലേ ആൾക്കാർ, ഈ ശൂലം എന്ന് പറയുന്നത് എന്തോ പ്രശ്നമാണ്, അതിൻ്റെ അനുബന്ധമാണെന്നല്ലേ പറഞ്ഞത്? സ്തോത്രം. ആ വിഷയത്തോട് ബന്ധപ്പെട്ടാ പറയുന്നത്. സ്തോത്രം. ആൾക്കാർ പറഞ്ഞു കാണില്ലേ പൗലോസിനോട്, സ്തോത്രം, ഈ ശൂലം ഇത്രയും വലിയ കൃപയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നാ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയുടെ വിഷയത്തിന് പരിഹാരം വരാത്തത്? അതൊരു ചോദ്യമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ യോഗത്തിനൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് എന്താ നിന്റെ ശൂലം മാറാത്തത്? അല്ലെങ്കിൽ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും വലിയ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും, ദൈവം നിനക്ക് തന്ന ശിക്ഷയായിരിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ മറുപടിയാണിത്. ആ പ്രശ്നം അങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾ നോക്കിയ കണ്ണുകൊണ്ടല്ല ഞാൻ എന്നെ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് നിങ്ങളിത് പറയിപ്പിച്ചതാണ്. ശൂലം അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ കുറഞ്ഞവനല്ല. ഹല്ലേലൂയ. ചുരുങ്ങിയ നാളുകൊണ്ട് ദൈവം എന്നെ ആ ലെവലിൽ എത്തിച്ചു. അതുകൊണ്ട് മറ്റതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇനി ആ വിഷയത്തിലേക്ക് വരാം. എങ്ങനെ ഈ മനുഷ്യൻ അതിശ്രേഷ്ഠ ലെവലിലെത്തി? പല കാര്യങ്ങൾ കണ്ടേക്കാം. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം. കൊരിന്ത്യരോടാണ് കുറേ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, അവരെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഈ ഒന്നാം നിര അപ്പോസ്തലന്മാർ അവരെക്കാളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു. അതൊരു കാരണമാണ്. അലസന്മാരായിരിക്കുന്നവർ, മടിയന്മാരായിരിക്കുന്നവർ അതിശ്രേഷ്ഠതയിലെത്തിയല്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നിടത്തോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. അതൊരു വലിയ കാര്യമാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ 1, 2 എണ്ണി പറഞ്ഞാൽ അതൊരു പോയിന്റ് ബൈ പോയിന്റ് പറയുന്ന പ്രസംഗമാക്കി നിർത്താം. പക്ഷേ ഇതൊരു അനുബന്ധമല്ലേ? അവിടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ചിന്തിക്കാം. സ്തോത്രം. ആ വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിക്കാൻ വേണ്ടി സ്തോത്രം ഞാൻ നിങ്ങളുടെ സ്തോത്രം മുമ്പിലേക്ക് കൊണ്ടുവരാം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അവിടെ നമുക്കറിയാവുന്നതാണ്. ഞാൻ വാക്യം വായിപ്പിക്കേണ്ടതല്ല. അവിടെ 8ാമത്തെ വാക്യത്തിൽ സാത്താന്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. വായിക്കാം. നോക്കൂ, അവിടെ നിന്ന് പതുക്കെ പറഞ്ഞു തുടങ്ങാം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു വാക്ക് മാത്രം നിങ്ങൾ ഓർപ്പിക്കാം. 3 വട്ടം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറഞ്ഞു വിടുന്നൊരു വാക്കാണ്. 3 വട്ടം എന്ന് പറയുന്നത്. 3 വട്ടം എന്ന് പറയുന്നത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നതല്ല. ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ അഥവാ വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നിന്ന് ഈ നമ്മുടെ ഈ വാക്യത്തെ വേർതിരിച്ച് മനുഷ്യർക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ വട്ടം, 3 വട്ടം എന്നതിന് ഒരു വാക്ക് ഉപയോഗിക്കും. 3 കോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നേഴ്സസിനും ഡോക്ടർമാർക്കൊക്കെ അറിയാം. ഒരു കോഴ്സ് മരുന്നെന്ന് പറഞ്ഞാൽ, ആൻറ്റിബയോട്ടിക് ഒക്കെ ആണെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോരമായിരിക്കും? 1 ഇഞ്ചക്ഷൻ ആണോ? അല്ല. മിനിമം എത്ര ദിവസമായിരിക്കും? 5.
സ്തോത്രം. പല നേഴ്സുമാരുണ്ട്, ചിലർക്ക് 10 ചിലർക്ക് 5. എന്തും ആയിക്കോട്ടെ, 5 സ്തോത്രം. അപ്പോൾ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 5 ദിവസം ഡോക്ടർ പിടിച്ചവിടെ കിടത്തും. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം, ഞാൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒന്നോടെ പ്രാർത്ഥിച്ചു, പിന്നെ കിടക്കാൻ നേരത്ത് ഒന്നോടെ പ്രാർത്ഥിച്ചു, അങ്ങനെ അല്ല. 3 കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെ ഈ വിഷയത്തിന് മാത്രം ചിലപ്പോൾ അദ്ദേഹം 21 ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കോഴ്സാണ്. സ്തോത്രം. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം ഒരു കോഴ്സോടെ പ്രാർത്ഥിച്ചു, വീണ്ടും ഒരു കോഴ്സോടെ പ്രാർത്ഥിച്ചു. അത് ചിലപ്പോൾ ലോങ് ടൈം എടുത്ത് പ്രാർത്ഥിച്ചു. 3 കോഴ്സ് ഏറെക്കുറെ പിടികിട്ടിയോ? സ്തോത്രം. അത്രയും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ശൂലത്തിന് ഫലിച്ചില്ല. അങ്ങനെ പറഞ്ഞ പിടികിട്ടിയോ? പ്രാർത്ഥന ശൂലത്തിന് ഫലിച്ചില്ല, പൗലോസിന് ഫലിച്ചു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? 3 കോഴ്സ് പ്രാർത്ഥന പ്രാർത്ഥിപ്പിച്ചു ദൈവം. അതുവരെ ദൈവം മിണ്ടിയില്ല. എന്നാൽ ആദ്യത്തെ കോഴ്സ് പായിട്ടപ്പോ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, പൗലോസേ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, എന്റെ കൃപ തരാന്ന് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? അന്നേരം മിണ്ടിയില്ല. ആദ്യത്തെ ഞാൻ അനുമാനം കൂടി ചേർത്ത് പറയാം. ആദ്യം ഇതിനു വേണ്ടി ഒരു 40 ഇരുന്നു. 40 ഇരുന്നപ്പോൾ വന്ന ഉപദേശിമാരും പറഞ്ഞില്ല, അവരെ കൊണ്ടൊക്കെ ദൈവം പറയിപ്പിച്ചു. സ്തോത്രം. പ്രാർത്ഥിച്ചോ ഇതിനൊരു വിടുതലുണ്ടെന്ന്. അപ്പം അത് കേട്ടോണ്ട് അത് തീർന്നു, നടന്നില്ല. വാഗ്ദത്തം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് 6 മാസം കഴിഞ്ഞ് ഒരു യാത്രയോടെ കഴിഞ്ഞ് വന്നപ്പോൾ ശൂലം മാറാൻ ഒന്നോടെ ഇരുന്നു. അന്നേരം ദൈവം മിണ്ടിയില്ല. സ്തോത്രം. മിണ്ടിയില്ല. പ്രാർത്ഥനയെ വിശ്വസിക്കുന്ന പൗലോസ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഒന്നോടെ ഇരുന്നു. വിചാരിക്കുക, 3ാമത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഈ രോഗം മാറിയാല. എന്നാ പിന്നെ ആദ്യം പറഞ്ഞുകൂടെ? സ്തോത്രം. ആദ്യം പറഞ്ഞുകൂടെ? ആദ്യം പറഞ്ഞാൽ നീ ഇതിന് പ്രാർത്ഥിക്കില്ല, ഈ കോഴ്സ് നടക്കുകയില്ല. അതുകൊണ്ട് ദൈവം സ്തോത്രം 3 കോഴ്സും പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അതിനെക്കുറിച്ച് മിണ്ടിയില്ല. പക്ഷെ ശൂലത്തിനൊന്നും പറ്റിയില്ല. 3 കോഴ്സ് പ്രാർത്ഥിച്ചിട്ടും ശൂലം കൊണ്ട് സാത്താൻ പച്ചക്കെടുക്കുക. അതിന് വിമർശനങ്ങൾ അല്ല വ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ട്. സ്തോത്രം. എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ. അപ്പൊ ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? കർത്താവേ ദൂതനെ ഒതുങ്ങണം. ഏത്? ഈ സാത്താന്റെ ദൂതനെ ഒതുങ്ങണം എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? അവന്റെ ശൂലം ഒട്ടിയണം. പക്ഷെ 3 കോഴ്സിന് ശൂലം ഒടിഞ്ഞില്ല, ദൂതം മാറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പ്രാർത്ഥന ശൂലത്തിന് ഫലിച്ചില്ല. പക്ഷെ ആ 3 വട്ടത്തെ പ്രാർത്ഥന വെള്ളത്തിൽ പോയില്ല. ആ പ്രാർത്ഥന പൗലോസിനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ അനേക പ്രാർത്ഥനകളിൽ പല സ്ഥലങ്ങളിൽ പോയി പല കോഴ്സ് പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഭാരവുമായി ഈ പ്രാർത്ഥനയെ കുറിച്ച് അറിഞ്ഞും ദൂരത്ത് എവിടെയെങ്കിലും ഇരുന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളോട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ഒരു പ്രാർത്ഥനയും നഷ്ടമല്ല, ഒരു പ്രാർത്ഥനയെ നഷ്ടമാക്കത്തില്ല ദൈവം. അത് മറ്റൊന്നിലേക്ക് കണക്കിടുകയാ ദൈവം. നിന്നെ അതിശ്രേഷ്ഠനാക്കാൻ എന്റെ കർത്താവ് നിന്നെ തൃക്കാൽക്കൽ ഇരുത്തി. നിന്റെ കഴിവ് കൊണ്ട് അതിശ്രേഷ്ഠനാകില്ല, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടാകില്ല, നിന്റെ സ്വഭാവ ശ്രേഷ്ഠത കൊണ്ടാകില്ല. പിന്നെയോ എന്റെ കൃപ കൊണ്ട് നിനക്ക് അതിശ്രേഷ്ഠനാകാൻ പറ്റുള്ളൂ. എന്റെ ആത്മാവ് കൊണ്ട് നിനക്ക് അതിശ്രേഷ്ഠനാകാൻ പറ്റുള്ളൂ. ഇത് നിന്റെ മേൽ അധികം വ്യാപരിക്കേണ്ടതിന്, നിന്നെ എനിക്ക് അതിശ്രേഷ്ഠനാക്കേണ്ടതിന്. ആമേൻ.
അധികം കരയാൻ ഞാൻ അനുവദിച്ചു, അധികം പ്രാർത്ഥിക്കാൻ ഞാൻ അനുവദിച്ചു, അധികം വേദനപ്പെടാൻ ഞാൻ അനുവദിച്ചു. എന്തിനാണ്? എനിക്ക് നിന്നെ അതിശ്രേഷ്ഠനാക്കണം. അതുകൊണ്ട് പൗലോസ് ഇവിടെ അനുബന്ധം ചേർത്ത് പറയുകയാണ്, ഈ പ്രാർത്ഥനകളൊക്കെ വെള്ളത്തിൽ പോയി എന്നല്ല, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ഇല്ലെന്നല്ല അദ്ദേഹം എഴുതിയത്. അദ്ദേഹം പറഞ്ഞത്, ഗ്രഹിക്കാവുന്നവർ ഗ്രഹിച്ചോ, എന്നെ ദൈവമായ കർത്താവ് ഒരു ശൂലത്തിന്റെ നേടയിലൂടെ കടത്തിവിട്ടു. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ശൂലത്തിന് മാറ്റമില്ല, ആ കള്ളപ്പിശാചിന്റെ ദൂതന് മാറ്റമില്ല. അവൻ പിന്നെയും അപവാദം പറഞ്ഞു, ശൂലം കൊണ്ട് കുത്താൻ നോക്കി, നമ്പരപ്പെടുത്തി. പക്ഷെ അതിനിടയിലൂടെ ഈ സാത്താന്റെ ദൂതൻ അറിയാതെ എന്റെ കർത്താവ് ഈ പ്രാർത്ഥനകളിലൂടെയല്ല എന്നെ അതിശ്രേഷ്ഠനാക്കി. ഒരു കോഴ്സ്, ആ വാക്ക് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആ ഒരു കോഴ്സ് പ്രേയറോടെ എന്ന് പറഞ്ഞാൽ എന്നെ നിർമ്മലമായി, എന്നെ ഒരു സാധാരണക്കാരനായി, ഞാനൊരു തിയോളജിയനല്ല, ശ്രോത്രം, ഞാനൊരു സാധാരണക്കാരന്റെ പ്രസംഗികനാണ്. അതുകൊണ്ട് ഒരു സാധാരണ വാക്ക് പറയുക, ഈ ഒരു കോഴ്സ് പ്രാർത്ഥന കൂടെ കർത്താവിന്റെ സന്നിധാനത്തിൽ കഴിക്കുമ്പോഴും നിന്റെ എഴുതി വെച്ച ശൂലത്തിന് എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ ഉള്ളം കഴുകിയെടുക്കാമെങ്കിൽ, നിന്റെ ദർശനം ഡെവലപ്പ് ചെയ്തെടുക്കാമെങ്കിൽ, ഇതിന്റെ നടുവിലൂടെ എന്റെ ദൈവം നിന്നെ ഒന്നാം തലമുറക്കാരൻ, ഒന്ന് ആഗ്രഹിച്ചോ, ആദ്യ തലമുറക്കാരെ പോലെ, ആ മുൻനിരക്കാരെ പോലെ അതിശ്രേഷ്ഠ ലെവലിലേക്ക് സ്വർഗം കൊണ്ടുവരുന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ തന്നിട്ടുണ്ട്, വചനം ധ്യാനിക്കുമ്പോൾ തന്നിട്ടുണ്ട്. അതിന്ന് പാലക്കാലം ദൈവസഭയും ജനവും ഏറ്റെടുക്കാം. ചില വേദനകൾ വേദനയായി കിടക്കുമ്പോൾ തന്നെ, ചില ശൂലങ്ങൾ ശൂലമായിരിക്കുമ്പോൾ തന്നെ, ഞാൻ നിന്നെ അതിനിടയിലൂടെ പൊക്കിക്കൊണ്ടുവരാ. എന്റെ കൃപ നിന്റെ മേൽ പകരാ, എന്റെ ശക്തി നിന്റെ മേൽ ടെൻഡടിക്കുമെന്ന ടെൻഡടിക്കും. ജീസസ്. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഈ ദൂത് കേട്ടിട്ട് വീട്ടിൽ പോയി സ്തോത്രഹാലയിലെ സമയം പാഴാക്കരുത്. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ കുറവുകളെല്ലാം കഴുകാൻ പറയണം, എന്നെ അതിശ്രേഷ്ഠനാക്കാൻ പറയണം. ഈ ഉപവാസ പ്രാർത്ഥന എന്നെ സൗഖ്യമാക്കുന്ന പ്രാർത്ഥനയെന്നല്ല പറയേണ്ടത്. ഈ ഉപവാസ പ്രാർത്ഥന എന്നെ മാനിക്കുന്നതെന്നും അല്ല പറയേണ്ടത്. ഈ ഉപവാസ പ്രാർത്ഥന എന്നെ അതിശ്രേഷ്ഠനാക്കും. എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ എനിക്കൊരു കഴിവുമില്ല, അകാല പ്രജ ഈ വീട്ടിൽ വന്ന് കേറിയ ശല്യം എന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്റെ മടിയിൽ ഞറക്കു വീഴുകയാ. നിനക്കൊരു അവസരം കിട്ടുകയാ. നീ നിന്റെ ഹൃദയം ശുദ്ധീകരിച്ചോ. കർത്താവിന്റെ ആലോചന പറഞ്ഞതുപോലെ ഉള്ളം കഴുകിക്കോ. സ്വർഗം പറയുന്നു, ചില വേദനകൾ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ അതിശ്രേഷ്ഠ ലെവലിലേക്ക്. ആമേൻ. സ്തോത്രം. ഈ യോഗത്തിൽ എന്നും പ്രാർത്ഥിക്കണം, എന്റെ ദൈവമേ, ആത്മീകത്തിൽ നാണം കെട്ടു പോകരുത്. ബന്ധുക്കളുടെ നടുവിൽ എന്തും പറഞ്ഞോട്ടെ, വിദ്യാഭ്യാസ സംബന്ധമായി എന്തുമായിക്കോട്ടെ, പക്ഷേ എന്റെ ദൈവം ആത്മീകത്തിൽ എന്നെ നാണം കെടുത്തരുത്. സാത്താന്റെ മുമ്പിൽ, പിശാചിന്റെ മുമ്പിൽ, അന്ധകാര ശക്തിയുടെ മുമ്പിൽ, ശുശ്രൂഷയുടെ മുമ്പിൽ ആത്മീകത്തിൽ നാണം കെടരുത്. അവിടെ എനിക്കൊരു അതിശ്രേഷ്ഠത വേണം. കർത്താവേ, കൃപാവരവും ശക്തിയും വേറെ ഒന്നും വേണം. പട്ടിണി കിടന്നാലും അങ്ങനെ ആയിരുന്നല്ലോ ആദ്യമ സഭയുടെ ദൈവദാസന്മാർ. ഒന്നും നടന്നില്ലെങ്കിലും, ആരും വീട്ടിൽ കയറ്റിയില്ലെങ്കിലും, വാടക വീട് തന്നില്ലെങ്കിലും, ആ പഴയ വീട്ടിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും എനിക്ക് അതിശ്രേഷ്ഠമായ ഒരാത്മീക തലം എന്നിൽ വെളിപ്പെട്ടിട്ട് വേണം എന്നെ ഭൂമിയിൽ നിന്ന് എടുക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ചകഞ്ഞ് പിറക്കി എടുക്കാമെങ്കിൽ ഒന്ന് രണ്ട് വാക്കോടെ ഇതിനകത്തുള്ളത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. പൗലോസോടെ പറയുന്നത് ഇങ്ങനെയാണ്. 2-3 കോഴ്സ്, ഞാൻ ആ വാക്ക് തന്നെ പറയാം, വട്ടം എന്നുള്ളതിനപ്പുറം അത്രയും ഒക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വിഷയത്തിന് പ്രാർത്ഥന ഫലിച്ചില്ല. ആദ്യത്തെ പ്രാവശ്യം ദൈവം മിണ്ടിയില്ല. അന്ന് ദൈവം ഉറങ്ങിയത് കൊണ്ടോ
സ്തോത്രം. ഞാൻ പിന്മാറ്റക്കാരൻ, മിണ്ടിയില്ല ദൈവം. ആദ്യത്തേതിനകത്ത് ഈ ശൂല സംബന്ധമായി ഒരു ദൂതും പറഞ്ഞില്ല, രണ്ടാമത്തതിലും പറഞ്ഞില്ല. മൂന്നാമത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ സ്തോത്രം, ചില ആസ്പത്രിക്കാർ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് കാശ് മേടിച്ചെടുത്തിട്ട് ഇനി ഇത് മാറിയല്ലെന്ന് പറഞ്ഞു വിട്ടതുപോലെ ആയില്ലേ. സ്തോത്രം. അവരെന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഈ പ്രാർത്ഥന നിന്നെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റും. ഇല്ലെങ്കിൽ നമ്മളീ പലരും അങ്ങനെ ഇരിക്കുകയല്ല. സ്തോത്രം. അങ്ങനെ കിട്ടുകയല്ല. മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്, ഒരു വിഷയത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ കാണുന്നത് അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ മുഴുവനാണ്. സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അടുത്തത് എന്ന് പറഞ്ഞു. പൗലോസിന്റെ ഭാഗം പറയുക, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. ആ പദം കണ്ടോ, ആവസിക്കുക എന്ന പദം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ആവസിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന വാക്കുണ്ട്, ആത്മാവ് നിന്റെ മേൽ നിഴലിടും എന്ന വാക്കുണ്ട്, സ്തോത്രം, ശക്തി ധരിച്ചു എന്ന വാക്കുണ്ട്. എന്നാൽ ഈ ആവസിച്ചു എന്ന വാക്കിന്, സ്തോത്രം, ഇവിടെ കൊടുത്തിരിക്കുന്ന പദം ഞാൻ ഇതിനകത്തുണ്ട്. ഇംഗ്ലീഷിൽ നിന്നും ഗ്രീക്കിലേക്കൊക്കെ മാറ്റാൻ എനിക്ക് അത്രയും ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. അതിന് കൊടുത്തിരിക്കുന്ന വാക്കിതാണ്. സ്തോത്രം. വലിയ പട്ടാള ക്യാമ്പ്, ടെൻ്റ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആവസിക്കുക എന്ന് പറഞ്ഞാൽ ടെൻ്റ് അടിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ടെൻ്റ് അടിക്കുക. സ്തോത്രം. എന്തിനു വേണ്ടി? എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി. ഇവിടെ ഭയങ്കരമായിരിക്കുന്നൊരു ബിൽഡിംഗ് അപ്പുറം പണിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തൊഴിലാളികളായിരിക്കുന്ന ആളുകൾ എറണാകുളത്തുനിന്ന് വന്നാൽ താമസിക്കുന്നതെങ്കിൽ ബിൽഡിംഗ് പണിത് അവരവിടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആൾ അവിടെ ഒരു ടെൻ്റ് ഉണ്ടാക്കി കൊടുക്കും. അതല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയിരിക്കുന്നവർക്കറിയാം, വലിയ പ്രോജക്റ്റുകൾ നടക്കുന്ന സമയത്ത്, സ്തോത്രം, വലിയ കണ്ടെയ്നർ എന്നെന്താ സ്തോത്രം, അതവർക്ക് താമസിക്കാൻ വിത്ത് ടോയ്ലറ്റ് അടക്കമുള്ളത്, അതവിടെ ക്യാമ്പ് ചെയ്യുക. ഇവിടെ പൗലോസ് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്നൊക്കെ സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്, ആത്മാവിൽ പ്രയോജനപ്പെട്ടവനാണ്. പക്ഷേ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എൻ്റെ മേൽ ടെൻ്റ് അടിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ഭയങ്കരമായിരിക്കുന്ന ഒരു സ്തോത്രം, എന്ന് പറയാ, ഒരു ടെൻ്റ്, ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ഈ പ്രാർത്ഥന എന്നെ വെറും ഒരു ആത്മാവിൽ 4 വാക്ക് അന്യഭാഷ പറയുന്നവനല്ല, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വെളിപ്പാട് കാണുന്നവനല്ല, സ്തോത്രം, ഞാൻ വാതിറക്കുമ്പോൾ ആളുകളെ ഇളകുകയല്ല, എൻ്റെ മേലൊരു ടെൻ്റ് അടിച്ചു ദൈവാത്മാവ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് സത്യമാണ്. പക്ഷേ യുദ്ധം നടക്കുമ്പോൾ ഒരു വലിയ സ്പേസ് ഉണ്ടാക്കുന്നത് പോലെ, അതിനകത്ത് തമ്പടിക്കുന്നത് പോലെ ദൈവാത്മാവ് എൻ്റെ മേൽ ടെൻ്റായി നിന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്? സ്വത്രഹൻ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അതിനെ ചേർത്ത് വായിക്കാം, കേട്ടോളണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഈ ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം എന്നൊക്കെ പറയുന്നത് ആ ശൂലത്തിൻ്റെ ഇമ്പാക്റ്റാണ്. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ വന്നാൽ ആ രോഗം ശൂലമാണെന്ന് കരുത്. പക്ഷെ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട്. തലകറക്കം, ഛർദില്, ബലഹീനത, സംസാരിക്കാൻ പറ്റാതെ വരിക, നാഡീ ഞരമ്പുകൾ തളർന്നു പോകുക, ചിലപ്പോൾ ഞരമ്പ് ദ്രവിക്കുക, ഇല്ലേ? സ്തോത്രം. ആ രോഗത്തിനൊരു പേര് കാണും. ചിലപ്പോൾ ആർത്രൈറ്റിസ് എന്നായിരിക്കും. ആർത്രൈറ്റിസിൻ്റെ അവാന്തര ഭാഗങ്ങളാണ് ഞരമ്പ് തളരുക, രക്തയോട്ടം. അതുപോലെ ശൂലത്തിൻ്റെ ലക്ഷണങ്ങളാണ് ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. തത്വത്തിൽ ഈ പറയുന്നത് എന്താ? ശൂലം തന്നെ. പക്ഷെ ഇപ്പം അദ്ദേഹം പറയുന്നു, ഈ ബലഹീനത, കയ്യേറ്റം, ഉപദ്രവം,
അഥവാ ശൂലം. അതിനെ പറഞ്ഞിരിക്കുന്ന വായിക്കാം. അതിനെ എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നോക്കണം, ഇപ്പൊ അതിനെ ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. ഇപ്പൊ അതിനെ ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. ഇന്നലെ വരെ നിനക്ക് ശൂലമായിരുന്നതിനെ, സ്തോത്രം, നീ ചാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാധനത്തെ ഇന്ന് നിനക്ക് ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. അപ്പോ അങ്ങനെ ഒരു ലെവലിലേക്ക് ദൈവാത്മാവ് ഈ മനുഷ്യനെ മാറ്റിയെടുത്തു. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ശൂലമുണ്ട്. സ്തോത്രം. ഇപ്പൊ വെറുപ്പായിരിക്കും. കാരണം എന്താ? ഈ ശൂലമാണ് വാസ്തവത്തിൽ എന്നെ അതിശ്രേഷ്ഠതയിലേക്ക് എത്തിച്ചത്. സ്തോത്ര. ഹല്ലേലൂയ. ഇത് മാറിയില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കുഞ്ഞിന് വന്നു, എൻ്റെ ജീവിതത്തിൽ വന്നു, എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വലിയ ഭാരം വന്നു. പക്ഷെ ആ സംഭവത്തെ ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്നു. കണ്ടാലൊന്ന് കൈ കൊടുക്കാനിരിക്കുക. സ്തോത്രം. എന്തിനാണ്? എന്നെ ഇത്രയും വളർത്തിയത് നീയാണ്. എന്നെ ഇത്രയും കരയിപ്പിച്ചത്, എൻ്റെ കർത്താവിൻ്റെ കാൽക്കൽ ഇത്രയും നെടുമ്പാട് വീണത്, എന്നെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നത്, എന്നെ അതിശ്രേഷ്ഠനാക്കി മാറ്റിയത്, ഇതിൻ്റെ പുറകിൽ എൻ്റെ സ്വഭാവം നല്ലതായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ പണ്ടേ യഹൂദ മതത്തിൽ നിന്നപ്പോഴും കുഴപ്പക്കാരനല്ലായിരുന്നു. നമ്മൾ ചിലരെ പോലെ ഓടെ കിടന്നവനും വഴക്കുണ്ടാക്കിയവനൊക്കെ ആയിരുന്നു. അവൻ്റെ മതത്തോടുള്ള ബന്ധത്തിൽ അവൻ എരിവുകാരനായിരുന്നു. സ്തോത്രം. പക്ഷേ ഞാൻ, സ്തോത്ര, ഹല്ലേലൂയ, പ്രശ്നക്കാരനല്ലായിരുന്നു. കള്ളനും കാലുവാരുന്നവനല്ലായിരുന്നു. ഞാൻ മാന്യനായിരുന്നു. സ്തോത്രം. അവിടെ ഞാൻ റബ്ബിയായിരുന്നു. പക്ഷേ എൻ്റെ നല്ല സ്വഭാവമല്ല എന്നെ അതിശ്രേഷ്ഠനാക്കിയത്. അതൊരു ഘടകമാണ്. പക്ഷെ എന്നെ ഒരുപാട് കരയിപ്പിച്ച ചില വിഷയമുണ്ട്. എന്നെ ഒരുപാട് വേദനിപ്പിച്ച വിഷയമുണ്ട്. എന്നെ പല കോഴ്സ് പ്രാർത്ഥിപ്പിച്ച വിഷയമുണ്ട്. അതിനകത്തിരുന്ന് ഞരങ്ങി ഞാൻ പുറത്തു വരുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ മേൽ കൃപ ഇട്ട് തന്നോണ്ടിരുന്നു. പ്രാർത്ഥിക്കാത്തവന് കൃപ കിട്ടില്ല. ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, വേദനപ്പെടാത്തവരെന്തിനാ കൃപ? ഞരങ്ങാത്തവൻ എന്തിനാ കൃപ? നിനക്ക് നിന്റെ പണം കൊണ്ടും നിന്റെ സ്റ്റാറ്റസ് കൊണ്ട് ജീവിക്കാമെങ്കിൽ ബ്രദർ, നിനക്കെന്തിനാ കൃപ? പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തവനാ കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഈ പിള്ളേരൊക്കെ കൃപയുടെ വില അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരെവിടെയെങ്കിലും വെച്ച് അറിയോന്ന് എനിക്കറിയില്ല. കാരണം എന്താ? അവർക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ല, അവർക്ക് പ്രശ്നം എന്താണെന്ന് അറിയില്ല, അവർക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല, അവർക്ക് സ്നേഹത്തിന് കുറവില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഇതിനൊന്നിനും കുറവില്ല. എന്നാൽ സ്തോത്ര, ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് കൃപയുടെ ആവശ്യം. പിടിച്ചു നിൽക്കാൻ സഹായം വേണ്ടി വരുമ്പോഴാണ് കൃപ വേണ്ടി വരുന്നതെന്ന് എബ്രായർ 4:16 പറയുന്നില്ലേ? ഇന്ന് പകരക്കാലം ഞാൻ പറയാ, സ്തോത്ര, കപ്പൽ പ്രമാണിയുടെ മോനായി, കോടീശ്വരന്റെ മകനായി, സ്തോത്രം, 24-ാമത്തെ 25-ാമത്തെ വയസ്സിൽ ന്യായപ്രമാണ സംബന്ധമായി തർക്കമറ്റ ശാസ്ത്രിയായി, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി, മഹാപുരോഹിതന്മാരുടെ കയ്യിൽ സ്തോത്ര ഇണങ്ങിയ ആയുധമായി ഇരിക്കുന്ന നിനക്കെന്തിനാ കൃപ പൗലോസേ? നിനക്ക് കൃപ വേണമെന്ന് വന്നത് എപ്പോഴാണെന്നറിയാമോ? എല്ലാരും നിന്നെ തള്ളിയപ്പോൾ, നിന്നെ കല്ലെറിഞ്ഞ് വഴിയിലിട്ടിട്ട് പോയപ്പോൾ, നിനക്ക് നേരെ ശൂലം കൊണ്ട് ചിലര് നിന്നെ തീർക്കാൻ നിന്നപ്പോൾ, അവിടെ നീ എന്നോട് കരഞ്ഞു, അവിടെ നീ നിലവിളിച്ചു. അവിടെയാണ് ഞാൻ നിനക്ക് കൃപ തരാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമ്മാ തെക്ക് വടക്ക് നടക്കുന്നവന് കൃപ കിട്ടിയേല. വെറുതെ, സ്തോത്ര, ഹല്ലേലൂയ, തലക്കെട്ടും കെട്ടി നടക്കുന്നവന് കൃപ കിട്ടിയേല. തകരുന്നവൻ വന്നിട്ടുണ്ടോ? കരയുന്നവർ വന്നിട്ടുണ്ടോ? ജീവിക്കാൻ പാടുപെടുന്നവർ ഓൺലൈനിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? നാളത്തെ ദിവസം എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് അറിയാതെ ഭാരപ്പെടുന്നവർ കേൾക്കുന്നുണ്ടോ? നാളത്തെ ദിവസത്തെ തരണം ചെയ്യാനാണ് എന്റെ കൃപ. എന്റെ കൃപ ഒരു ദേശത്തിന്റെ കാവലാളായി, സുവിശേഷകനായി, അനേകരുടെ വെല്ലുവിളിയായി വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിൽക്കാനാണ് കൃപ. അതുകൊണ്ട് ചില വെല്ലുവിളികൾ വരുന്നത് എന്തിനാ? എന്റെ കൃപ നിനക്ക് കിട്ടാനാണ്. ആ കൃപ
കൃപയാണ് നിന്നെ അതിശ്രേഷ്ഠനാക്കുന്നത്. നിന്റെ തറവാട്ട് സ്വത്തല്ല, നീ പഠിച്ച ന്യായപ്രമാണമല്ല, നീ എഴുതിയ സ്തോത്രം ഹല്ലേലൂയ തിയോളജി എക്സാമിനേഷനുകളല്ല, നിന്റെ പിൻബലമല്ല, പിന്നെ എന്റെ കൃപയാണ് നിന്നെ അതിശ്രേഷ്ഠനാക്കുന്നത്. അതുകൊണ്ട് ഈ വേദന, ഈ നൊമ്പരം, ഇത് നിന്നെ കൊണ്ടെത്തിക്കുന്നത്. എന്ന് മരിക്കും, എപ്പം മരിക്കും എന്നൊന്നും അറിയല്ല. പക്ഷെ ഞാനൊരു കാര്യം ഈ ദൂതിന്റെ വെളിച്ചത്തിൽ പറയാം. നിങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിൽ നിങ്ങൾ അതിശ്രേഷ്ഠനാന്ന് തെളിയും. നിങ്ങളുടെ പിള്ളേരുടെ മുമ്പിൽ ദൈവം തെളിയിക്കും. അതിന് അകം മുതൽ കഴുകാൻ തുടങ്ങണം. കർത്താവിൻ്റെ കാൽക്കൽ കടന്ന് ദൈവത്തോട് പറയാൻ തുടങ്ങണം. അതിശ്രേഷ്ഠ ലെവലിലേക്ക് ദൈവം വരുത്തും. ശുശ്രൂഷയുള്ളവരെല്ലാം വെറുതെ സ്തോത്ര ഹല്ലേലൂയ നിങ്ങൾ തർജ്ജനം ചെയ്ത് സംസാരിക്കുന്നത് സ്തോത്രം വേറെ ആരും വളർന്നു വരാതിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടല്ല, നാണക്കേട് വരുത്താതിരിക്കാനാ. കർത്താവിനോട് പറയണം, വേദനകളുള്ളവനാണ് വളർന്നു വന്നിട്ടുള്ളൂ, ചവിട്ടി താഴ്ത്തപ്പെട്ടവനാണ് അതിനിടയിലൂടെ മുളച്ചു കയറിയിട്ടുള്ളൂ. ദൈവം പറയുന്നു, നിന്നെ അതിശ്രേഷ്ഠനാക്കാൻ ഞാൻ ചില കോഴ്സ് പ്രാർത്ഥനകൾ പോലും കണ്ണടച്ചു വിട്ടു, ഞാൻ മുഖം മറച്ചു. അതിനൊന്നും മറുപടി തന്നില്ല, അതിനൊന്നും ആലോചന തന്നില്ല. ആലോചന പോലും കിട്ടാത്ത പ്രാർത്ഥനകൾ. നിങ്ങൾ ചോദിച്ചില്ലേ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ദൂത് പോലും ഇല്ലേ പാസ്റ്ററേ എന്ന് ചോദിച്ച വിഷയത്തിൻ്റെ പുറകിൽ നിന്നെ അതിശ്രേഷ്ഠമതിയാക്കാൻ ദൈവം ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് നമ്മുടെ ജീവിതം പാഴാക്കരുത്. യേശുക്രിസ്തു മടങ്ങി വരാറായി. ആയുസിന്റെ എണ്ണം ഡൗൺ ചെയ്യുക. പ്രായം എത്രയായി എന്നറിയാമോ? ഇനി അധികം കളിക്കാൻ നിൽക്കരുത്. അതിശ്രേഷ്ഠമായിട്ട് ഈ ലോകം വിട്ട് പോകാവൂ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം, 2 മിനിറ്റ് കൊണ്ട് കേട്ടോ. ഒറ്റ കാര്യം കൂടെ. ആ 11-ാം വാക്യം കഴിഞ്ഞ് 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയാലും അടയാളത്താലും അത്ഭുതത്താലും വീര്യപ്രവൃത്തിയാലും നിങ്ങളുടെ ഇടയിൽ സ്തോത്രം. എൻ്റെ അതിശ്രേഷ്ഠത അങ്ങ് ആഫ്രിക്കയിലല്ല വെളിപ്പെട്ടത്, നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു. സ്തോത്രം. ഈ കൊരിന്ത്യ സഭക്കാർ പൗലോസിനെ, ഞാൻ ആ വാക്യങ്ങളൊക്കെ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട്, സ്തോത്രം, കരയിപ്പിച്ചതാണ്, നിന്ദിച്ച് കരയിപ്പിച്ച, ചോദ്യം ചെയ്തതാണ്. ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക ചിന്താഗതിയിൽ പ്രഭാഷണ ഭാഷയെ പറഞ്ഞാൽ കമ്മിറ്റിക്കകത്തും ജനറൽ ബോഡിക്കകത്തൊക്കെ ഇട്ട് പൗലോസിനെ പൊരിച്ചതാണ് അല്ലേ. നിങ്ങൾ എന്നെ കരയിപ്പിച്ചെന്നൊരു വാക്യം കൊരിന്ത്യർ ലേഖനത്തിനകത്തില്ലേ? സ്തോത്രം. കൊരിന്ത്യർ ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ കരയിപ്പിച്ചു. അവരുടെ ഇടയിൽ നിന്റെ അതിശ്രേഷ്ഠതയുടെ ലക്ഷണം വെളിപ്പെടണം. സ്തോത്രം. അതിശ്രേഷ്ഠതയുടെ ലക്ഷണം വെളിപ്പെടണം. ഏറ്റവും ഫൈനൽ ചലഞ്ച് ചെയ്ത് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് പോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല, അത് പോട്ടെ. അടുത്ത ചോദ്യം, ശേഷം സഭകളേക്കാൾ നിങ്ങൾക്കേതൊന്നിനാൽ, എൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു ദൈവദാസൻ അതിശ്രേഷ്ഠനായാൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, സഭയ്ക്കൊരു കുറവും വരികയില്ല. സ്തോത്രം. ഒരു ശുശ്രൂഷകൻ ഇടിഞ്ഞു പോയാൽ സഭയ്ക്ക് കുറവ് വരും. എന്നാൽ അതിശ്രേഷ്ഠനായാൽ പൗലോസ് ചോദിക്കുന്നു, എന്തിനാത്ത കുറവ് വന്നേ? മറ്റ് സഭകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലാണ് ഏറ്റവും അധികം അതിശ്രേഷ്ഠത വെളിപ്പെട്ടത്. നിങ്ങൾക്കൊരു കുറവും വന്നില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. കർത്താവേ, ഞാൻ കാരണം ആർക്കും ഒരു കുറവ് വരുത്തരുത്. സ്തോത്രം. ചിലർ കുറഞ്ഞു പോയി എന്ന് വരരുത്. ഇനി ജീവിക്കുന്നെങ്കിൽ ഒരു അതിശ്രേഷ്ഠ ലെവലിൽ ജീവിക്കണം. നമ്മളെ കർത്താവ് അത്രയ്ക്ക് കണ്ടോണ്ടായി പറയുന്നത്. എല്ലാവർക്കും അത് ബാധകമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ദൂതിനെ ദൂതായിട്ട് ഏറ്റെടുക്കാൻ മനസ്സുള്ളവർക്ക് ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ശരിയാണ്. സ്തോത്രം. കൃപാവരങ്ങളും അധികാരങ്ങളൊക്കെയാണ് നിന്നെ അതിശ്രേഷ്ഠ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. സ്തോത്രം. എന്തിനത് തരുന്നത്? ഇന്ന് നീ അനുഭവിക്കുന്ന വ്യഥകളെ തീർത്ത് അതിൽ നിന്ന് മാറ്റം വരുത്താൻ അതിന് ദൈവം ചില
അതിശ്രേഷ്ഠമായ കാര്യം കണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മറുപടി കിട്ടിയില്ലെങ്കിലും അത് നിന്നെ മറ്റൊന്നാക്കി മാറ്റും. സ്തോത്രം. ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ടൊന്ന് സോർട്ട് ചെയ്യണം. എന്നിട്ട് ദൈവത്തോട് പറയണം, ശൂലങ്ങളൊന്നും ഈ പ്രാർത്ഥനയിൽ എനിക്ക് ലക്ഷ്യമല്ല, അതെന്നെങ്കിലും ആട്ടെ, പക്ഷെ എൻ്റെ ലക്ഷ്യം ഒരു അതിശ്രേഷ്ഠ ലെവലിലെത്തണം. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി നിന്നാൽ, സ്തോത്രം, ചിലർക്ക് കുറവ് വരരുത്, അവർ രക്ഷപ്പെടണം, ചിലരുടെ ജീവിതം മാറ്റിയെടുക്കണം. നീച്ചിലൂടെ കരയേണ്ട വന്നാലും, നീറേണ്ട വന്നാലും, നിലവിളിക്കേണ്ട വന്നാലും എൻ്റെ ദൈവം നിന്നെ മറ്റൊരു ലെവലിൽ എത്തിക്കുമെങ്കിൽ അതിനായി നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്നാട്ടെ ദൈവസന്നിധിയിൽ. പരിശുദ്ധാത്മാവ് വന്നുപോയി അല്ല, അകത്തിങ്ങനെ സ്തോത്രം ഒതുങ്ങിയിരിക്കുകയല്ല. പിന്നെന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ആവസിക്കുക എന്ന വാക്ക്. എല്ലാം ഒരുപോലെയൊക്കെയാണ് നമുക്ക് തോന്നും, പക്ഷെ അതിൻ്റെ പ്രത്യേകത, സ്തോത്രം, വന്നങ്ങ് താവളമടിക്കുക. ഞാൻ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചു വിടാം. നിന്നെ ഒരു ലെവലിൽ എത്തിക്കുവോളം, അത് കഴിഞ്ഞാൽ ദൈവാത്മാവ് പോകുമെന്ന് ഞാൻ പറഞ്ഞെന്ന് പിന്നീട് പറയരുത്, പക്ഷെ നിന്നിലൊരു പ്രത്യേക നിലവാരത്തിൽ തമ്പടിക്ക് ആ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ദൈവാത്മാവിന് കഴിയും. ആരെയൊക്കെയോ ആ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസമായി ഈ വാക്യം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരതിശ്രേഷ്ഠ ലെവലിലേക്ക് എത്തിക്കണം. അതിന് ചാബല്യമായി കിടക്കുന്ന സകലതും ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. കണ്ണടച്ചാട്ടെ. ഈ പറഞ്ഞതുപോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാട്ടെ. കഴിഞ്ഞൊരു 5 കൊല്ലമായി ഞാനൊരു വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. 1 വട്ടമല്ല, 2 വട്ടം. കഴിഞ്ഞ കൊല്ലത്തെ ഉപവാസ പ്രാർത്ഥനയിലും ഇതേ കാര്യം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഈ സഭയിലല്ലായിരുന്നെങ്കിലും മറ്റൊരു മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നും ഇതേ കാര്യം പ്രാർത്ഥിച്ചു. അങ്ങനെ 3 കോഴ്സ് 4 കോഴ്സൊക്കെ കഴിഞ്ഞു. എന്നിട്ടും കർത്താവ് ഒന്നും പറഞ്ഞില്ല. നമുക്ക് തോന്നി ദൈവം എന്നെ മറന്നോ? മറന്നതല്ല, നിന്നെ ഒരു അതിശ്രേഷ്ഠ ലെവലിൽ എത്തിക്കാൻ ആ പ്രാർത്ഥന മുഴുവൻ തിരിച്ചുവിടുകയാണ്. എല്ലാം തികഞ്ഞവനിൽ കൃപ വ്യാപരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ശക്തിയുണ്ട്. പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ദൈവമായ കർത്താവ് കരുതും. അതിശ്രേഷ്ഠ, ആ വാക്ക് മറക്കരുത് കേട്ടോ. പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളണം. ഇന്നലെ വരെ സംഭവിച്ച പോരായ്മകളൊക്കെ സ്തോത്രം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞോളണം. ആ മുഖചിന്തയിൽ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളെല്ലാം പരിശോധിച്ചോളണം. ആത്മീകത്തിൽ അതിശ്രേഷ്ഠനായാൽ ബാക്കിയെല്ലാം ദൈവം ചെയ്തു തരും. നമുക്കതിനായി എൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, നല്ലൊരു തുടക്കം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ധന്യനായ പൗലോസ് ശൂലം പേറി നടന്നതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ സെക്ഷനിൽ അവിടുത്തെ തിരിഹിതം ആരാഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൂടെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തെ പകർന്നു വിട്ടതിന് നന്ദിയപ്പ. ഒരു കാര്യം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ നിൽക്കുന്നതിൽ കുറേ പേർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൽ കുറേ പേർ ദൈവത്തിൻ്റെ കയ്യിൽ അതിശ്രേഷ്ഠമായി പ്രയോജനപ്പെടും. ശൂലങ്ങളുടെ ഇടയിലൂടെ വളർത്തിക്കൊണ്ട് വരുന്നൊരു ദൈവത്തെ, മുള്ളുകൾക്കിടയിലൂടെ പനിനീർ പുഷ്പത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവിനെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ കാണുകയാണ്. മിസ്രയീമിൽ ഇട്ടുകൊണ്ട് അതിശ്രേഷ്ഠമായ ഒരു രാഷ്ട്രത്തെ വാർത്തെടുത്ത ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ,
ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ, ഞങ്ങളുടെ സുവിശേഷീകരണങ്ങളിലൂടെ, ഞങ്ങളുടെ ആരാധനകളിലൂടെ, ഞങ്ങളുടെ സഭായോഗങ്ങളിലൂടെ, ഞങ്ങളുടെ സുവിശേഷ യാത്രകളിലൂടെ, ഞങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെ ഞങ്ങൾ അതിശ്രേഷ്ഠരെന്ന് തെളിയേണ്ടതിന് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ശുദ്ധീകരിക്കണമേ, കഴുകണമേ, അതിശ്രേഷ്ഠ ലെവലിൽ എത്തിക്കണമേ. ഞങ്ങൾക്കൊരു ശൂലമാണല്ലോ എന്ന് തോന്നുന്ന പല വിഷയത്തെയും ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് ഞങ്ങളുടെ ആത്മീയത്തെ തിരിച്ചു വിടണേ കർത്താവേ. ഇതൊരു ബാധയായല്ലോ എന്ന് തോന്നുന്നതിനെ ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് തിരിച്ചു വിടണമേ കർത്താവേ. ഉള്ളിൽ കൈപ്പേറിയ ചില വിഷയങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് അതുകൂടെ ഈ കൂടെ ചെയ്തേക്കണേ അപ്പാ. ദൈവം അത് ചെയ്യണം. ആ ഇഷ്ടം പുറത്തു വരണം. ദൈവം അത് ചെയ്യണം അപ്പാ. ഞാൻ ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. ശുശ്രൂഷയുള്ള ഒത്തിരി പേര് ഇതിനിടയിലുണ്ട്. അവരെ തന്നെ ഒതുക്കി നിർത്തിയിരിക്കുക. അത് പൊട്ടിച്ച് അതിശ്രേഷ്ഠ ലെവലിലേക്ക് വരട്ടെ, ലക്ഷണങ്ങളിലൂടെ തെളിയട്ടെ. ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചയക്കുന്നു. ഞങ്ങൾ ഇതിനിടയിൽ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങൾ അതുപോലെ ചെയ്യാം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.